കടൽക്കര എന്നുള്ള നമ്മുടെ ചാനലിൽ ഞാൻ ഏകദേശം 2500-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കടൽക്കര എന്നുള്ള ചാനൽ കൊണ്ട് ആർക്കൊക്കെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് പറയാനുള്ളത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും കടപ്പുറത്തെ വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്തെ വീഡിയോ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടപ്പുറത്തുകാർ ആദ്യം നോക്കുന്നത് ഇന്ന് കടപ്പുറങ്ങളിൽ ഏതൊക്കെ മീനാണുള്ളത്, ഏതൊക്കെ റേറ്റിനാണ് പോയത്, നമുക്ക് നാളെ ഏത് പണിക്ക് പോകാം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അവർക്ക് സാധിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇവർക്കൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വെളിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ മീൻ വാങ്ങാൻ വരുന്നുണ്ട്. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈസ് മീനുകളായിരുന്നു വെളിയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ മീനുകളെ, പലതരത്തിലുള്ള മീനുകളെ പരിചയപ്പെടുത്താൻ പോയിട്ടും അതിൻ്റെ ടേസ്റ്റും കാര്യത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോയിട്ടും ആൾക്കാരിപ്പോൾ മടിക്കാതെ തന്നെ ഏത് വലിയ സൈസ് മീനായിരുന്നാലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന മീനിന് അർഹിക്കുന്ന വില ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കടൽക്കര എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തിന് മുൻപെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടൻറ്റ് ഇതൊന്നുമല്ല. നേരത്തെ ഞാൻ ചെറിയ ചെറിയ മീനൊക്കെ ഈ കല്ലിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പിടിക്കുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ 24 മണിക്കൂറും നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഉള്ളത് കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ആ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ആ സമയമാണ് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ സമയം താമസിച്ച് വരുന്ന വള്ളക്കാരുടെ മീൻ വാങ്ങാനായിട്ട് വിഴിഞ്ഞം കടപ്പുറത്ത് ആരും വരാറില്ല. അപ്പോൾ അതിനെ ചൊല്ലിയിട്ടുള്ള 1-2 വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആ വീഡിയോ വൈറലായി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കണ്ടൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കടൽക്കര എന്നുള്ള ചാനലിൻ്റെ വിജയമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ തീരദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് നമ്മളോട് ചെറിയൊരു പുച്ഛമുണ്ട് കേട്ടോ. ആ പുച്ഛം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മീനുകളെ പറ്റി എല്ലാം അറിയാം, മീനുകളുടെ ടേസ്റ്റിനെ പറ്റി അറിയാം, മീനുകളുടെ പേരുകൾ അറിയാം, അന്നുള്ള കടപ്പുറ വിശേഷങ്ങൾ അറിയാം. പിന്നെ എന്തിനാണ് ഇതുപോലുള്ളൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഇതുപോലെ നമ്മൾ പുച്ഛിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടപ്പുറം എന്താണെന്നും കടൽ മീനുകൾ എന്താണെന്നും പേരും അതുപോലെ റേറ്റും കാര്യങ്ങളും ടേസ്റ്റും എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ എല്ലാം അറിഞ്ഞതായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല കേട്ടോ. പക്ഷേ ഈ മീൻ എന്താണെന്നും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും പേരുകൾ എന്താണെന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ കര സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ വീഡിയോ കണ്ട് മീനുകളുടെ പേര് മനസ്സിലാക്കി, മീനുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കി, മീനുകളുടെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെപ്പോലുള്ള ആൾക്കാർ കൊണ്ടുവരുന്ന മീനിന് തക്കതായ വിലകൾ കിട്ടത്തുള്ളൂ കേട്ടോ. പക്ഷെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മളിതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ 50-ന് വാങ്ങി 100-ന് അടിക്കാൻ പറ്റാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കരയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യായമായിട്ട് കച്ചവടം ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആയുഷ്കാലം മുഴുവന് ആ കച്ചവടം കൊണ്ട് നിങ്ങളുടെ കുടുംബം നോക്കാനായിട്ട് പറ്റും കേട്ടോ. അമിത ലാഭം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണേ.